ഈ വർഷത്തെ ധീരതയ്ക്കുള്ള ദേശീയ അവാർഡ് ജേതാക്കളിൽ കേരളത്തിൽ നിന്നുള്ള അഭിജിത്ത് തമ്പി. മുനിസിപ്പൽ കൗൺസിലർ റാമോഹൻ തമ്പിയുടെ മകനാണ് 14-കാരനായ അഭിജിത്ത്. Prime Minister of India to present the National Bravery Award to Abhijit Thampi from Kerala. Abhijit, a 14-year-old 9th grader, rescued a 10-year-old girl from drowning in a river. Abhijit risked his life by jumping into the deep river and saved the girl's life. Let us honor Abhijit, God's own country's hero. A big applause. മോനെ അമ്മക്ക് വളരെ സന്തോഷമായി. അമ്മാവരെ എല്ലാ അനുഗ്രഹങ്ങളും മോനുണ്ടാവും. മോൻ വലിയൊരു സ്റ്റാറായിട്ടുണ്ടല്ലോ. അമ്മാമ്മയുടെ അനുഗ്രഹം മോനെ എന്നും ഉണ്ടാവും കേട്ടോ. ധീരതയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ അക്ഷരത്തിൽ വളരെ വളരെ സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് അഭിജിത്ത്. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ് അഭിമോനെ. വളരെ സന്തോഷമുണ്ട്. You are the real Minnal Murali. Yes, super proud of you. All the best. വിവരങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. Hi Abhi, you've done a great job and I'm so proud of you. Congrats Abhi. I saw you on TV. Rock man rock. അഭിജിത്തെ, നീ കളിക്കല്ലോ. നീ ആ തമ്പി ചേട്ടന്റെ മോൻ തന്നെയാട്ടോ. ബ്രേവറി അവാർഡിന്റെ ന്യൂസ് കണ്ടു കേട്ടോ. എല്ലാവർക്കും വലിയ സന്തോഷമായി. ഓൾ ദി വെരി ബെസ്റ്റ്. എന്നാൽ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? യു ആർ എ സ്റ്റാർ നൗ കേട്ടോ. എനിവേസ് കീപ് ഇറ്റ് അപ്പ്. കൺഗ്രാറ്റുലേഷൻസ്. ഓൾ ദി വെരി ബെസ്റ്റ്. അഭിക്കുട്ട, കൺഗ്രാറ്റുലേഷൻസ്. ചേട്ടാ, എന്തിന്റെ വിശേഷം? പാലട്ട് ഒരുപാടാ. നീ ഇവിടെ ഇരിക്കേണ്ട, തമ്പി സാറിന്റെ വീട്ടിലേക്കല്ലേ? അവിടെയല്ലേ കുടുംബയോഗം നടക്കണ അല്ലേ? അല്ല പാലട്ടാ, നമ്മുടെ ചെക്കൻ്റെ സ്വീകരണമൊക്കെ കൊടുക്കണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പിന്നെ വേണ്ടേ? ഓൻ ഡൽഹിയിൽ നിന്ന് ഇപ്പം വന്നിട്ടല്ലേ ഉള്ളൂ. നമുക്ക് ഓനൊരു സമ്മാനമൊക്കെ കൊടുക്കണം. പിന്നെ ഒരു വെങ്കലത്തിൻ്റെ ഒരു പ്രതിമ കൂടെ കൊടുക്കും. എനിക്കെന്താ ഒരു പുച്ഛം? ഇവന്മാരേതാ കൂടെ കണ്ടിട്ടില്ലല്ലോ. ബ്രോ, ഈ ബ്രേവറി അവാർഡ് കിട്ടിയൊരു പയ്യൻ ഉണ്ടല്ലോ, മൂപ്പര് വീട് എവിടെയാ? ഓ, ഇവിടെ ആർക്കും ബിവറേജ് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ബിവറേജ് അല്ല ബ്രോ, ബ്രേവറി, മറ്റേ ധീരതയ്ക്കുള്ള അവാർഡ്. മക്കളെ, ഓനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിലെ നേരെ പോയിക്കോ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അവിടെ ഒരു കട്ട കമ്പനി ഉണ്ട്, അവിടെ നിന്ന് റൈറ്റ് എടുത്തോ. താങ്ക്സ് ബ്രോ. നിങ്ങളേതാ? ഇൻഫ്ലുവൻസസ്. അതെന്താ സാധനം? യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയും, മറ്റേ വൈറലാക്കുന്ന പരിപാടിയാണ്. ഞാൻ വിചാരിച്ചാൽ ഇവിടെ ചിലതൊക്കെ വൈറലാവും. ഓരോ പോങ്ങന്മാർ ഇറങ്ങിക്കോളും. എന്തായാലും നമ്മുടെ നാടങ്ങ് ഫേമസ് ആയില്ലേ പാലട്ടാ? ഫസ്റ്റ് നീ ഇതുപോലത്തെ ഒരുപാട് ബുക്കൊക്കെ എഴുതണം ടോപ്പു. അച്ഛനെ പോലെ വലിയ ആളാവണം. ആ തമ്പി, ഞാനൊന്ന് ഇറങ്ങട്ടെ. ശരി മാം. പിന്നെ തമ്പി, ഇങ്ങനെയൊന്നും ആയാൽ പോരാട്ടോ. അറിയാലോ നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ. തമ്പി മുൻനിരയിലേക്ക് തന്നെ കയറി വരണം. ആ പുത്തൂർ ജോസഫ് അപ്പുറത്തേക്ക് ചാടുമെന്നൊരു ശ്രുതിയുണ്ട്. പുത്തൂർ ജോസഫും പുതിയ റോട്ടിലെ ഓട്ടോറിക്ഷ ഒരേപോലെ മാഡം. എപ്പോഴാണ് എങ്ങോട്ടാ തിരിയാന്ന് പറയാൻ പറ്റില്ല. ആ ചെറിയാൻ സാറ് വലിയ ടെൻഷനിലാണെന്ന് കേട്ടു. നേതൃത്വം തീരെ പോരാ തമ്പി. അടിത്തറ പണ്ടേ ഇളകിയിരിക്കുക മാഡം. അതല്ലേ പറഞ്ഞത്, തമ്പിയെ പോലുള്ളവർ മുൻനിരയിലേക്ക് എന്നെ കയറി വരണമെന്ന്. ഇതെന്താ സംഭവം? ഇത് ബ്ലൂ ടീ. അതെന്താ? ഇത് ശംഖുപുഷ്പവും ചെറുനാരങ്ങയും തേനും ഒക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു ഐറ്റം. അപ്പൊ ഇതാണല്ലേ തമ്പിയങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം?
ആകെ കുരുക്കിലാണ് തമ്പി സാറേ. ആ സാജു ജോർജിൻ്റെ വണ്ടി തല്ലിപ്പൊളിച്ചത് മണ്ടത്തരായിപ്പോയി. അതോടെ സിനിമാക്കാരെല്ലാം നമുക്കെതിരായി. പ്രിയങ്ക, അതാ നമ്മുടെ പാർട്ടിയുടെ കുഴപ്പം. ഇവിടെ പ്ലാനിങ്ങേ ഉള്ളൂ, പ്ലാനേഴ്സായിട്ട് ആരുമില്ല. ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഞാനുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഞാൻ ഈ സാജു ജോർജിനെ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് കേരളത്തിലെ പെട്രോൾ വില കൊണ്ട് വലയുന്ന 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സാജു ജോർജിനോട് മാപ്പ് പറയുന്നൊരു പ്രസ്താവന അങ്ങ് അടിച്ചിറങ്ങി. പിന്നെ പാർട്ടി ഫണ്ടിൽ നിന്ന് കാറ് നന്നാക്കി കൊടുക്കാമെന്ന് അങ്ങ് പറയും. പ്രിയങ്ക, ഈ പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പബ്ലിക് അല്ല, പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് ആണ് വോട്ട് ചെയ്യുന്നത്. അറിയോ? ഏട്ടാ ചായ. ചേച്ചി ഒരു ചായ കൂടി എടുക്കട്ടെ? അയ്യോ വേണ്ട സാറേ ആ കുരിശുപള്ളിയിലെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാണോ? അത് മറിഞ്ഞു കൂടാൻ വലിയ പ്രശ്നമാവുമേ. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. 2-3 തവണ ഞാൻ ആ ഓഫീസിൽ പോയി പറഞ്ഞതല്ലേ. ഇന്ന് ഏതായാലും ഒരിക്കൽ കൂടെ നമുക്ക് പോകണം. അങ്ങനെ അങ്ങ് വിട്ടാൻ പറ്റില്ലല്ലോ. ശരി സാറേ. തുടങ്ങല്ലേ? ക്യാമറ റോഡ് ചെയ്തു. ഓക്കെ. ഈ അഭിജിത്ത് ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. ചെറുപ്രായത്തിൽ ഒരു ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്, അഭിപ്രായം 14. കൊള്ളാം, നല്ല ക്രിയേറ്റീവ് ടൈറ്റിൽ. അഭിപ്രായം 14 എന്നാണോ അതോ അബിയുടെ പ്രായം 14 എന്നാണോ? രണ്ടടുത്തുണ്ട്. ഈ തമ്പി സാറിന് ഇങ്ങനെ ഒരു FP പോസ്റ്റ് ഉണ്ടോ? വല്ല കാര്യമുണ്ടോ? എന്ത് പറ്റിയടാ? അങ്ങനെ മോനായിട്ട് അവാർഡ് തിരിച്ചു കൊടുക്കാൻ പോകണം. ആ വിശ്വംബരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോ? അത് ഗ്രൂപ്പ് വരെ തന്നെ. നീ എന്തായാലും വാ, നമുക്ക് തമ്പി സാറൊന്ന് കണ്ടിട്ട് വരാം. ഞങ്ങളുടെ കൊക്കിന് ജീവനോടത്തോളം കാലം ഈ അവാർഡ് തിരിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല, അല്ലേ മോന? അല്ലാണ്ട് പിന്നെ ചേച്ചി ഇത് കണ്ടോ? അപ്പുന് കിട്ടിയ അവാർഡ് തമ്പിയെങ്കിൽ തിരികെ കൊടുക്കാൻ പോവാണെന്ന്. നോക്കട്ടെ, ദേ FBയിൽ പോസ്റ്റ് ഇട്ടേക്കണ്. വോട്ട് സാറാ പോസ്റ്റ് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തേ. പ്രവർത്തകരാകെ ഇളകിയിരിക്കുക. പ്രിയങ്ക, മറ്റെന്ത് ആരോപണമാണെങ്കിലും ഞാൻ സഹിക്കും. ഇതിപ്പോ അവാർഡ് കാശു സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിച്ചാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല. ഇതൊക്കെ വിശ്വംബരയുടെ കളിയല്ലേ സാറേ, സാറതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇത് നിനക്ക് ഗവൺമെൻറ് തന്ന ഓണറല്ലേ, അത് തിരികെ കൊടുക്കാന്ന് വെച്ചാ? അല്ല ചേച്ചി, അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ കേൾക്കോളാം. അച്ഛനാ വലുത്, അവാർഡ് പിന്നെയുള്ളൂ. ഞാൻ സംസാരിക്കാം നിൻ്റെ അച്ഛനോട്. അങ്കിൾ, ഇത് അപ്പുവിൻ്റെ ഓണസ്റ്റിക്ക് കിട്ടിയ അവാർഡാണ്. അത് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് അങ്കിളിനില്ല. പ്ലീസ് അങ്കിൾ, അത് ഡിലീറ്റ് ചെയ്യൂ. എല്ലാരും ഡൽഹി പോയി, നമ്മടെ മോനും ഡൽഹി പോയി. നമ്മടെ മോൻ ഡൽഹി പോയത് അവാർഡ് വാങ്ങാൻ. താനാദീന തനദീന ദാന, താനാദീന തനദീന ദാന. എല്ലാരും കുളത്തിച്ചാടി, നമ്മടെ മോനും കുളത്തിച്ചാടി. നമ്മടെ മോൻ കുളത്തിച്ചാടിയത് രക്ഷിക്കാനാ. താനാദീന തനദീന ദാന, താനാദീന തനദീന ദാന. എല്ലാരും TV വന്ന്, നമ്മടെ മോനും TV വന്ന്. നമ്മടെ മോൻ TV വന്നത് ഗ്ലാമറിലാണ്. താനാദീന തനദീന ദാന, താനാദീന തനദീന ദാന. എല്ലാരും പുസ്തകമെഴുതി, നമ്മടെ മോനും പുസ്തകമെഴുതി. നമ്മടെ മോൻ പുസ്തകമെഴുതിയ ആത്മകഥയാണ്. താനാദീന തനദീന ദാന, താനാദീന തനദീന ദാന. എല്ലാരും ഫ്ലക്സി കയറി, നമ്മടെ മോനും ഫ്ലക്സി കയറി. നമ്മടെ മോൻ ഫ്ലക്സി കയറി സ്റ്റാറായി. താനാദീന തനദീന ദാന, താനാദീന തനദീന ദാന.
നമ്മടെ മോനും ഡൽഹി പോയി. നീ ഇരിക്കി. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. വന്ന കാര്യം പറയുന്നേ. ഞാനത് കണ്ടായിരുന്നു സാറേ. കൊച്ചിനെ രക്ഷിച്ചത് സാറിൻ്റെ മോനല്ലാന്ന്. രക്ഷിച്ചത് ആരാന്നും ഞാൻ കണ്ടു. ഭാഗത്ത് തെങ്ങിൽ ഞാനുണ്ടായിരുന്നു സാറേ. വീഡിയോ ഇതിലുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? സാറിനും മോനും ഇപ്പം നല്ല പേരും പ്രശസ്തിയായി. വളച്ചിട്ടില്ല ഞാൻ പറയാം. സാറ് എനിക്കൊരു 10 ലക്ഷം രൂപ തന്നാൽ മതി. ഞാനിത് വായിച്ചേക്കാം. വൈറലായാൽ പ്രശ്നമാവില്ലേ? സാറ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പോട്ടെ അപ്പൂസേ, പെയിൻറ്റിങ് സൂക്ഷിച്ച് വെക്കേട്ടോ. ഫ്യൂച്ചറിൽ നല്ല പൊളിറ്റീഷ്യൻ ആവുമ്പം എനിക്ക് പറയാലോ ഞാൻ ഗിഫ്റ്റ് തന്നതാണെന്ന്. അപ്പോൾ ശരി, അവിടെ എത്തിയിട്ട് വിളിക്കണം കേട്ടോ. അച്ഛനോടും അമ്മനോടൊക്കെ അന്വേഷണം പറയണേ. ശരി, അങ്കിൾ എന്ത് ചെയ്യാ ആൻറ്റി? അങ്കിള് ഫുള്ള് ബിസിയാ വീണ. ഇന്ന് ആരൊക്കെയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ശരി ആൻറ്റി പറഞ്ഞാൽ മതി എന്നാ. $10 ലക്ഷം കൊടുക്കാനോ? എന്തെന്നാണ് ഞങ്ങൾ പറയുന്നത്? മാനസക്കൂടി മാറോ ശ്മശാനം മാരിയായി പോയല്ലോ. അളിയാ എന്തെന്നാളിയാ, എന്തേലും ഒന്ന് പറയളിയാ. യുക്തിരാജേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെന്നെ ഇതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അതുപോലെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ട്രാപ്പിൽ പെടുന്നത്. സാറിനെ ദ്രോഹിക്കണമെന്നൊന്നും എനിക്കില്ല. ദൈവം എന്നെ ഒരു സത്യം കാണിച്ചപ്പം ആ സത്യത്തിൻ്റെ ഇത്തിരി പങ്കുപറ്റുന്നതിൽ തെറ്റില്ലെന്ന് എനിക്കും തോന്നി. അത്രേ ഉള്ളൂ സാറേ. നീ ഒന്ന് എടുത്തു നോക്ക്. നിനക്കൊരു ശാന്തിനെ അറിയും, ആശാവർക്കർ. നീ എന്നിട്ട് അതിനെ പറ്റി വിചാരിച്ചേ? തെണ്ടി നിങ്ങൾ ഞാൻ കാണിച്ചതാ. നാട്ടുകാരെ മുഴുവൻ കാണിച്ചതിന്റെ തനി സ്വഭാവം. അത് 6 മാസം മുമ്പ് പറഞ്ഞ് തീർത്താണല്ലോ സാറേ. അന്ന് അതങ്ങനെ പറഞ്ഞു. ഇപ്പൊ അവള് വീണ്ടും പരാതിയായി വന്നിരിക്കുക. നീ അവളുടെ മൊബൈലിലേക്ക് എന്തോ വൃത്തികെട്ട വീഡിയോ എന്തോ അയക്കുന്നൊക്കെ പറഞ്ഞു കേട്ടു.
അവിടെ അതിന് തെളിവൊക്കെ ഉണ്ട്. സാറിത് മനപ്പൂർവ്വം എഴുതി വാങ്ങിച്ചതാണല്ലേ? എന്ന് ശാന്തിനി പറയട്ടെ, ഇത് കേസായാൽ എന്താണ് ശിക്ഷ എന്ന് നിനക്കറിയോ? മിനിമം ഒരു 6 വർഷം ജയിലിൽ കിടക്കാം. ജാമ്യമില്ലാ വകുപ്പ. അതുകൊണ്ട് നിന്റെ മൊബൈലിലുള്ള തെളിവ് എനിക്ക് തന്നേക്ക്. പകരം ദാ നിനക്ക് ഇതിരിക്കട്ടെ. പിന്നെ എൻ്റെ വക ഒരു സ്പെഷ്യൽ സമ്മാനം കൂടെ തരാം. ആളിയൻ്റെ സ്ട്രാറ്റജി ഒരു രക്ഷയില്ലേ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നളയാ? മോന, രാഷ്ട്രീയത്തിൽ ജയിക്കാത്തവൻ മരിക്കും, അറിഞ്ഞ് കളിക്കുന്നവൻ വാഴും. ഇന്നലെ ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ആ വിശ്വംഭരനെ ഞാൻ കൊന്നില്ലേ, പിന്നെ ആയി ചെത്തുകാരൻ യുക്തിരാജ്. അല്ലളിയാ, ആ വീഡിയോന്റെ കോപ്പി ആയിട്ട് അവൻ ടൈമിൽ ഉണ്ടാവുകയാ. അതിന് ടച്ച് പാഡ് നമ്മുടെ കയ്യിലല്ലേ? അടുത്ത MLA ആളിയൻ തന്നെ അളിയാ. MLA അല്ലടാ, മന്ത്രി. അടുത്ത ഞായറാഴ്ച ഞാൻ ചെറിയാൻ സാറിനെ കാണാൻ പോകുന്നത് തന്നെ അതിനുള്ള അടിത്തറ പാകാനാ. എൻ്റെ മോൻ്റെ പുസ്തകം അങ്ങ് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള പാർട്ടി അണികളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ സാറിനെ കൊണ്ടൊരു ആഹ്വാനം ചെയ്യും. അത് വിറ്റ് കിട്ടുന്ന പണത്തിൻ്റെ പാതി പാർട്ടി ഫണ്ടിലേക്ക് അങ്ങ് നൽകും. ബാക്കി തുക ദുരിതാശ്വാസ നിധിയിലേക്ക്. എനിക്കൊരു ചില്ലിക്കാശും വേണ്ടടാ. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പിൽ ഈ തമ്പി ഒരു കസേര വലിച്ചു വിടും എൻ്റെ മോഹന. അമ്മു, മോളെ നീ മതി കഴുകിയത് കേട്ടോ, ബാക്കി അച്ഛൻ കഴുകിക്കോളാം. മോള് വീട്ടിൽ പോയിക്കോ. ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ കടയൊക്കെ പൂട്ടിയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. മോള് പോയിക്കോ. സാറേ, സാറേ, തമ്പി സാറേ, സാറൊന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം. എന്തു പറ്റി? നമ്മുടെ ബാലേട്ടൻ്റെ മോളില്ലേ, അവൾക്കൊന്ന് ഷോക്കടിച്ച് ഇത്തിരി സീരിയസാ. നമ്മുടെ കുരിശുപടിയുടെ അവിടുത്തെ 11 kV ലൈനൊന്ന് പൊട്ടി വീണു. അതിൽ കയറി ചവിട്ടിയ യുക്തിരാജിനെ രക്ഷിക്കാൻ നോക്കിയതാ. ബാല, എൻ്റെ കൊച്ചു പോവും സാറേ. എനിക്കിനി ആരുമില്ല. അവൾക്കൊന്നും സംഭവിക്കില്ല ബാല. നല്ല ഡോക്ടർ അവളെ നോക്കുന്നത്. 11 kV കറണ്ടിന് തോൽപ്പിക്കാൻ ഏത് ഡോക്ടർക്ക് പറ്റും സാറേ? ഇന്ന് ഉച്ചയ്ക്ക് അവളൊന്നും കഴിച്ചില്ല. വയറ് വശന്ന് എൻ്റെ കൊച്ച് സ്വർഗത്തിലേക്ക് പോവോ സാറേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? പണം എത്ര ചെലവാണെങ്കിലും ഞാൻ ഏറ്റു. അവളുടെ ജീവൻ ഒന്ന് രക്ഷിക്കണം ഡോക്ടർ. സോറി സർ, നമുക്കും നമ്മുടേതായ ലിമിറ്റേഷൻസ് ഇല്ലേ. ഹെവി ഷോക്കായിരുന്നു. മാത്രമല്ല പണം കൊണ്ട് നടക്കാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ടല്ലോ. വി ആർ ഹെൽപ്ലെസ്. പ്ലീസ്.
11 kV കറണ്ടിന് തോൽപ്പിക്കാൻ ഏത് ഡോക്ടർക്ക് പറ്റും സാറേ? ദൈവമേ നിൻ ദിവ്യനാമമേ മണ്ണിലും വിണ്ണിലുമെന്നും മുഴങ്ങിടട്ടെ. ദൈവമേ നിൻ ദിവ്യനാമമേ മണ്ണിലും വിണ്ണിലുമെന്നും മുഴങ്ങിടട്ടെ. എന്താണ്ടോ ഈ ഒന്നോളോട് പറയണം. നാളെ ഇങ്ങനെ പറ്റിച്ചാൽ എങ്ങനെ ശരിയാവിടും? ഞാൻ എന്താ പറയടോ? അല്ലാണ്ട് അളി വരണ്ടേ, ഞാൻ പിന്നെ വിളിക്കാം. അളിയാ, ആ പെണ്ണ് വെടിയായില്ല അളിയാ, ആ ചെത്തുകാരന് വെടിയാൻ പോവാ. എവാട് നമ്മളെ മോൻ എന്നല്ലേ, ഒരു വെടിക്ക് 2 പക്ഷി ഇല്ല എൻ്റെ അളിയാ. ഈ അളിയന് എന്താ പറ്റിയത്? ബാല, ദേ ഇത് കൊണ്ടുപോയി മോൾക്ക് കൊടുത്തിട്ട് വാ. വേണ്ട സാറേ, ആപത്തിൽപ്പെട്ട ആരെ കണ്ടാലും രക്ഷിക്കാൻ അവളുടെ അടുത്ത് ചാടും. അത് അവാർഡൊന്നും മോഹിച്ചിട്ടല്ല, അവളുടെ ചങ്കിൽ നിറയെ സ്നേഹമായിരുന്നു സാറേ. അവൾ പൊന്നായിരുന്നു സാറേ, എൻ്റെ ബലമായിരുന്നു. സാറിത് കൊണ്ടുപോയിക്കോ. ഞാനൊന്നും ആരോടും പറയില്ല. പെട്ടിക്കട വെക്കാൻ ഇത്തിരി പണം തന്ന് സഹായിച്ച് എൻ്റെ കൊച്ചിന് കിട്ടേണ്ട അവാർഡ് തട്ടിയെടുത്തു എന്നുള്ള കുറ്റബോധമൊന്നും സാറിന് വേണ്ട. അവളായിരുന്നു സാർ എൻ്റെ ഏറ്റവും വലിയ അവാർഡ്, തനി തങ്കത്തിൻ്റെ അവാർഡ്. അതിൻ്റെ മുമ്പിൽ ഇതിനെന്ത് വിലയാണ്?
സത്യത്തിൻ്റെ വഴിയിലൂടെ നാം ഇനി നടക്കാവൂ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും സഹായിക്കണം, മനുഷ്യരാവണം. സത്യാനന്തര കാലത്തു നിന്നും സത്യത്തിൻ്റെ കാലത്തിലേക്ക് നാം ഈ ലോകത്തെ തിരികെ കൊണ്ടുവരണം. മോനെ, ഈ പുസ്തകം നീ വായിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. അച്ഛൻ ചെയ്ത തെറ്റ് നീ കർമ്മത്തിലൂടെ തിരുത്തണം.